ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ എൻ്റെ കല്യാണ ജേണിയിലത്തെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് എല്ലാം പറഞ്ഞു പോവാന്നുള്ളത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ ഞാൻ എവിടെ ഇരുന്ന് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളിനെ കാണാൻ വന്നത് എന്തായി എന്നുള്ളതായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, എല്ലാം അടിപൊളിയായിരുന്നു. അവർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, അവർക്കും ഓക്കെ ആയിരുന്നു ശരിക്കും. പക്ഷെ അവർ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ജാതകത്തിലും ജ്യോത്സ്യന്മാരിലും ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ധമായിട്ടുള്ളൊരു വിശ്വാസമാണ്. നമുക്ക് എന്തും ഒരു ലിമിറ്റ് വേണമല്ലോ, പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു അതിലുപരി ഒരു വിശ്വാസം ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ആയത്. അപ്പൊ അവർ ഓൾറെഡി 2 ജ്യോത്സ്യന്മാരുടെ അടുത്ത് കാണിച്ചിട്ടാണ് അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പ്ലസ് ഞങ്ങളും ഒരു തവണ ഒരു ജ്യോത്സ്യനടുത്ത് കാണിച്ചതായിരുന്നു, അപ്പോഴൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവർ മൂന്നാമതും ഒരാളടുത്ത് പോയി കാണിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് ചേരുന്നുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അവര് മൂന്നാമത്തെ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അതുകൊണ്ട് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നൂന്നും പറയുന്നില്ല, എന്നാൽ എസ് എന്നും പറയുന്നില്ല. അവരൊരു ഹോളിലിട്ട പോലെ ഒരു പോക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളും എത്രയെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. നമ്മള് 2 ദിവസം നോക്കി, 3 ദിവസം നോക്കി, ഒരാഴ്ച നോക്കി, അങ്ങനെ 8ാമത്തെ ദിവസം മറ്റേ അവരിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളൊരു ചോദ്യത്തോടെ അവർ നിർത്തിയത്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒട്ടും ആവാതിരിക്കുന്നതാണല്ലോ നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മളും അങ്ങനെ അത് വേണ്ടെന്നില്ല. നമ്മൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല എന്നുള്ള. ഞാൻ വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർക്ക് അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അത് നാളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ പല രീതിയിലും പല കാര്യങ്ങളിലും അത് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം. എനിക്ക് ഈ പറയുന്ന പോലെ വിശ്വാസം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചത് കൊണ്ടും നമ്മളിതൊക്കെ നോക്കുന്നത് കൊണ്ടും ചെറിയൊരു വിശ്വാസം ഇല്ലായകയില്ല. പക്ഷെ അന്ധമായിട്ടുള്ള വിശ്വാസം ഒരിക്കലും ഇല്ല. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോൾ തന്നെയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്നെ തോന്നി നാളെ ഭാവിയിൽ എന്നെ തന്നെ അത് ബാധിക്കാൻ പോകണത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രപ്പോസൽ ഞാനും ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്കിത് താല്പര്യമില്ല എന്നുള്ളത്. നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ അത് ക്ലോസ് ചെയ്തു. പിന്നെ സത്യം പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 മാസത്തിനടുത്ത് ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് നമ്മൾ ആക്റ്റീവായിട്ട് പ്രപ്പോസൽസ് നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ പറയുന്ന പോലെ ഞാൻ ബാംഗ്ലൂർ PGയിൽ നിൽക്കുന്ന സമയത്ത് കേരള മാട്രിമോണിയിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, പറഞ്ഞ പോലെ നാളെ ചേരുന്നതായിരുന്നു. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള മാട്രിമോണിയിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിക്വസ്റ്റ് അയക്കുന്നവർക്ക് മാത്രം ഞാൻ ആക്സസ് കൊടുത്തിട്ട് അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ എനിക്ക് ഇത് റിക്വസ്റ്റ് ഫോട്ടോ കാണാനുള്ള റിക്വസ്റ്റ് വന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇതെല്ലാം മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു. ബാംഗ്ലൂർ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. വീട് സ്റ്റേഷനുപരമായിരുന്നു, നമ്മുടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെ ഞാൻ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിലേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും അച്ഛൻ അമ്മ ചേച്ചി എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ഇതായിരുന്നു. ഇപ്പോഴും എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാനിവിടെ ആദ്യം പറയുകയാണ്. ഞാൻ കേരള മാട്രിമോണിയിൽ അപ്പർ മിഡിൽ ക്ലാസ്സിനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള നമുക്ക് അതിൽ 4 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അഫ്ലുവന്റ് 4 അഫ്ലുവന്റ്, റിച്ച്, പിന്നെ അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, പൂവർ, അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതിൽ അപ്പർ മിഡിൽ ക്ലാസ് എന്നുള്ളത് എന്തോ മിഡിൽ ക്ലാസ് ആണ്, പക്ഷെ എന്തോ അങ്ങനെ സെലക്ട് ചെയ്ത് പോയി. അപ്പം ഇവര് മിഡിൽ ക്ലാസ് എന്തോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കി ഞാൻ വഴിയെ പറയാം. അപ്പോൾ അങ്ങനെ അവര് റിക്വസ്റ്റ് അയച്ചു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അവർ കണ്ടു. അവരങ്ങനെ ഫോൺ നമ്പർ റിക്വസ്റ്റ് അയച്ചു. നമ്മളത് കൊടുത്തു. പിന്നെ അതിൻ്റെ അനിയത്തിയാണ് മെയിനായിട്ട് ഇതിൽ ആക്റ്റീവായിട്ട് കേരള മാട്രിമോണിയിൽ നോക്കിക്കൊണ്ടിരുന്ന. കുറേ പ്രൊഫൈൽ അയച്ചിരുന്നു. അങ്ങനെ ഈ പ്രൊഫൈല് അങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണത് സംസാരിക്കാനുള്ളതൊക്കെ അച്ഛനും അമ്മടുത്തും പറയുകയൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചു. അങ്ങനെ അവർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വന്ന സമയത്ത് ഞാൻ ആദ്യത്തെ 2 പെണ്ണുകളിലും കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ചടപ്പൊക്കെ ആയിട്ടാണ്. കാരണം ആദ്യത്തെ 2 നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നല്ല റെഡി ആയിട്ടൊക്കെ നിൽക്കണേ. ഈ ഒരു പെണ്ണുകളിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +1 എങ്ങാണ്ട് എടുത്തൊരു ചുരിദാർ ഇട്ടിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, വല്ലാതെ ഒരു ഇതില്ല. അതെനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഇതങ്ങനെ എനിക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അച്ഛൻ, അമ്മ, ആള്, ചേച്ചിയുടെ ഹസ്ബൻഡ്, കുട്ടികൾ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കാണാൻ വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടുവരാതെ അങ്ങനെ വന്നു. അങ്ങനെ അവര് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ അവർ വന്നു, സംസാരിച്ചു. എന്താ പറയുക, സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക, ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കൈ കൊണ്ട് ഇങ്ങനത്തെ കുറേ ആക്ഷൻസ് ഒക്കെ വെച്ച് അങ്ങനെ കുറേ എന്താ പറയുക, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ
അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതേപോലെ എന്നോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആൾ മൊബൈൽ എടുക്കാൻ അന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ നമ്പർ തരാം, എഴുതി വെച്ചോളൂ, വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അപ്പം തന്നെ വേഗം അവിടെ ഒരു ഇരുന്ന ബുക്കിൽ ആളുടെ നമ്പർ എഴുതിയെടുത്തു. അങ്ങനെ വീട്ടിൽ താഴെ പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരിക്കുമല്ലോ. അപ്പോൾ ഒരു 2 കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിച്ചാൽ ഇന്നും ഞാൻ ഓർക്കുന്നു. അത് വിഘ്നേഷ് ചേട്ടൻ്റെ അച്ഛൻ, ഈ പറയുന്ന പ്രൊപ്പോസലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഘ്നേഷ് ചേട്ടൻ്റെ കാര്യം തന്നെയാണ്. വിഘ്നേഷ് ചേട്ടൻ്റെ അച്ഛൻ ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ പെൺകുട്ടികളെ കാണാൻ വരുന്ന സമയത്ത് നോക്കുമല്ലോ എല്ലാവരും. അപ്പം അച്ഛൻ ഇങ്ങനെ താഴെ മുതൽ മേലെ വരെ ഇങ്ങനെ നോക്കി ഫുള്ളായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ അവർ പോയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് വേറെ വല്ല വൈകല്യങ്ങളൊന്നും ഇല്ലയെന്ന് അച്ഛൻ നോക്കിയതായിരിക്കും. ചിലവർ പണ്ടൊക്കെ പറയുമല്ലോ ഇങ്ങനെ നടന്ന് കാണിച്ചു തരുന്നില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് അതായിരിക്കും എന്നുള്ളത്. പിന്നെ വിഘ്നേഷ് ചേട്ടൻ്റെ ചേച്ചി, ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ വ്ളോഗിലൊക്കെ, രമ്യ ചേച്ചി എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് നിന്ന് നോക്കാൻ പറഞ്ഞു, ഹൈറ്റ് ഡിഫറൻസ് എത്ര ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആലോചിച്ചു ഇവർ ഇതൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. കാരണം ഞാൻ ഏട്ടന് നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു, എന്താ പറയുക, അതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുകയും ചെയ്തു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവർ കണ്ടുപോയി. അപ്പം ഞങ്ങളിങ്ങനെ ഇത് നോൺ തന്നെ ആവും എന്നുള്ള ഒരു ഒറ്റ ഇതിൽ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന പോലെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഹൈറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ 2 ഇങ്ങനെ പ്രപ്പോസൽ ഇങ്ങനെ ഇതായി പോയതല്ല. അപ്പം ഇതും ഇപ്പം അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പോയി, കാഞ്ഞിരപ്പുഴയ്ക്ക്. അങ്ങനെ അവിടെ പോയ സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഞാൻ നമ്പർ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മറ്റേ ആളുടെ നമ്പർ ഞാൻ എഴുതിയെടുത്തുന്നല്ലേ പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ. അതായത് എൻ്റെ നമ്പർ ഞാനൊരു പേപ്പറിൽ, ആള് ഫോൺ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ നമ്പർ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ പോലെ കാഞ്ഞിരപ്പുഴ ഞാനിത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ. കാരണം എനിക്ക് തന്നെ സംശയം അങ്ങടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ പോയ സമയത്ത് ഞാൻ എന്തായാലും അങ്ങോട്ട് അയക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ പോയ സമയത്ത് എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഇവിടെ ഒരു മെസ്സേജ് ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നോക്കുമ്പോൾ ഇങ്ങനെ വിഘ്നേഷ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ഒഫീഷ്യലായിട്ട് വീട്ടിൽ നിന്ന് വിളിക്കട്ടെ എന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ അവർ വിളിച്ചു. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു, ഒരു 2 ആഴ്ചത്തോളം ടൈം എടുത്തു സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, എന്താ പറയുക, ഞാൻ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് കേസിനായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ പോലീസ് കേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കില്ലേ ഇതെന്താ അതെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എൻ്റെ ചെറിയ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ അന്വേഷിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ചെറിയച്ചന്മാർ ഈ പറഞ്ഞ പോലെ ചെറിയച്ചൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചു. ആ അന്വേഷിച്ച ആൾക്കാർ ഇവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ ഭയങ്കര അന്വേഷണമൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എൻ്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ സംസാരിച്ച് അങ്ങനെ ഓക്കെ ആണെന്ന് തോന്നി. ആ ഒരു ഇഷ്ടം വന്നു. അങ്ങനെയാണ് ഈ കല്യാണത്തിലേക്ക് എത്തിയത്. ശരിക്കും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മെയ് 29th 2022. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് ഒരുപാട് സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിശ്ചയം ജൂലൈ 16th 2022 തന്നെ. അങ്ങനെ നിശ്ചയം വരെ നല്ലൊരു ആള്, ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ തന്നെ ഇരുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ആഴ്ചയും വന്നു പോകുമായിരുന്നു എൻഗേജ്മെന്റ് വരെ. അങ്ങനെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ ആള് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം എന്താ പറയുക, അത് വർക്ക് ഫ്രം ഹോം ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ആള് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആള് എന്താ പറയുക, ആള് വന്നിട്ട് പിന്നെ ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറേ കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാനും അതിനൊക്കെ കുറേ കറങ്ങി. അങ്ങനെയാണ് കുറച്ചും കൂടെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കല്യാണം October 21st 2022 ആയിരുന്നു. അങ്ങനെ അത് നടന്നു. അതിപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര വേഗം 3-4 വർഷം പോയി എന്നുള്ളത് ആലോചിക്കുകയുണ്ടായിരുന്നത്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു സമയം എടുത്തത് നല്ലൊരു തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായി പോയ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എനിക്കുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും, ഞാൻ എൻ്റെ കരിയർ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ CA ഡിസ്കണ്ടിന്യൂ ചെയ്തതും, ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആളും ആ സമയത്ത് അപ്പോഴല്ലേ എങ്കിലും കുറേ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ അതേ പേരുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നതും, ഈ അടുത്തവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും, പിന്നെ വേറെ കോളേജ് പഠിക്കുമ്പോഴുള്ള റിലേഷൻ ഉണ്ടായിരുന്നതും,
എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായി പോകുന്ന പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എന്താണെന്നുള്ളതാണല്ലോ ലൈഫ്. അങ്ങനെ ഇപ്പോൾ നല്ല സന്തോഷത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഒരു വർഷം അത്യാവശ്യം, പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസത്തോളം ഞങ്ങൾ വിഘ്നേശ്വരൻ്റെ വീട്ടിൽ, അതായത് അവിടെ ഇവിടെ മാറി മാറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടന് ഇവിടേക്ക് ജോലിക്ക് വരണം. ഞാൻ കല്യാണത്തിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ റിസൈൻ ചെയ്തു കേട്ടോ. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ വരിക ചെയ്തു. കാരണം എനിക്ക് ഒരു ലീവ് തരാൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ റെസിഗ്നേഷൻ ഇട്ടു. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 മാസം നാട്ടിലിരുന്ന ശേഷം ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്ന ശേഷം ഞാൻ പിന്നെ വിഘ്നേശ്വരൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഞങ്ങൾ വീടെടുത്തിട്ട് എന്താ പറയുക, ഞാൻ ആ ചുറ്റുവട്ടത്ത് തന്നെ കുറേ ജോലി അന്വേഷിച്ച് എനിക്കൊരു 1 മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ അടുത്ത് തന്നെ ജോലി ശരിയായി. ഞാൻ ഇപ്പോഴും അതേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞു. 1.5 വർഷത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. 2024 നവംബറിൽ ഞങ്ങൾക്ക് മോനുണ്ടായി. അങ്ങനെ ഈ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മാരേജ് സ്റ്റോറി അല്ലെങ്കിൽ ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഓരോരുത്തരുടെ, ഞാനിങ്ങനെ ഈ പറയുന്ന പോലെ പണ്ടത്തെ ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മസ്കറ്റിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും മസ്കറ്റിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്താ പറയുക എന്നെയും എൻ്റെ അനിയത്തിയും ഇതുവരെ എത്തിച്ചിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി അല്ല കേട്ടോ. ഫിനാൻഷ്യലി എല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ് അത് ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പുറമെ, അതായത് കുറേ പേര് പറയും അവള് സുജാതയ്ക്ക് ഇപ്പം എന്താ, എൻ്റെ അമ്മയുടെ പേര് സുജാതാണ്, സുജാതയ്ക്ക് ഇപ്പം എന്താ പറയുക അവര് രണ്ടുപേരും ഇവിടെ നോക്കല് വേണ്ടു, അവിടെ രാജനല്ല അവിടെ പോയി കഷ്ടപ്പെടുന്നെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, അവിടെ കഷ്ടപ്പെടുന്ന അതേ ലെവലിൽ തന്നെ എൻ്റെ അമ്മ ഇവിടെയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ നോക്കാനാണെങ്കിലും ശരി, ഞങ്ങളുടെ സ്കൂൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ എടുത്ത് പറയാൻ പോകുന്ന ഓർമ്മ വരുന്നില്ല. അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ കുറേ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അമ്മ ഒരുപാട് എന്താ പറയുക ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി എന്നുള്ളതല്ല, ആള് സ്ട്രോങ് അല്ല ഒട്ടും. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെയാണ്, പെട്ടെന്ന് കരയും, അമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. ഫിനാൻഷ്യലി അല്ല ഞാൻ പറയുന്നത്, വേറെ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ എന്താ പറയുക ഞങ്ങൾ, അപ്പോൾ എനിക്ക് അമ്മ എന്താ പറയുക നല്ലൊരു അമ്മയുടെയൊക്കെ ഒരു അതായത് എനിക്ക് 26 വയസ്സിലാണ് കല്യാണം കഴിയുന്നത്. അപ്പം അമ്മയൊക്കെ അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു, എന്താ പറയുക എന്താണ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വിവാഹബന്ധം വന്ന് ചേരുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം പോലെ തന്നെ ഇരിക്കും കുറേയൊക്കെ. അപ്പോൾ എന്താ പറയുക ഈ പറയുന്ന പോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ അതായത് ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ, എല്ലാം പെൺകുട്ടികളാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഇപ്പം മാറി മാറി വരുന്ന ഒരു കാലഘട്ടമാണല്ലേ. അപ്പോൾ എല്ലാവരും രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി എടുത്ത് ഒരേപോലെ, രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് തന്നെ വീട്ടുപണികളും രണ്ടുപേരും ഒരേപോലെ ഷെയർ ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആൺകുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും. അത് എന്താ പറയുക ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് പറയാതെ തന്നെ അത് അവരുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്തുകൊണ്ടും വിഘ്നേശ്വരൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നതും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടും അങ്ങനെ വിഘ്നേശ്വരൻ്റെ ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ക്ലീനിങ്ങിനാണെങ്കിലും ശരി, എല്ലാത്തിനും ഹെൽപ്പ് എന്നുള്ള ആ വീട് ടേം ശരിയല്ല, എല്ലാം ചെയ്തിട്ടും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട്, ഈവൻ കുട്ടിയുടെ കാര്യമാണെങ്കിലും ശരി, പണ്ടൊക്കെ അമ്മമാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാണ് കുട്ടികളെ ഫീഡ് ചെയ്യുന്നതാണെങ്കിലും ശരി അല്ലെങ്കിൽ ഉറക്കുന്നതാണെങ്കിലും ശരി, എല്ലാം പുറത്ത് പോകുമ്പോഴെല്ലാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഫീഡിങ് എന്ന് ഉദ്ദേശിച്ചത് ഭക്ഷണം കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒരുവിധം എല്ലാം രണ്ടുപേരും പാർട്ട്ണർഷിപ്പ് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വിഘ്നേശ്വരനും ഒരുവിധം എല്ലാ കാര്യങ്ങളും എന്താ പറയുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വഴക്കുകളും വാക്തർക്കങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവലുണ്ട്, അതിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഞാൻ ആണെങ്കിൽ വിഘ്നേശ്വരൻ സെഡാണ്, അത് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. ഇഷ്ടങ്ങളുടെ കാര്യങ്ങളാണ് ശരി, അഭിപ്രായങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ശരി, ഒരുവിധം എല്ലാത്തിലും ഞങ്ങളുടെ രണ്ടുപേരും ഓപ്പോസിറ്റ് അട്രാക്ട് ചെയ്യിച്ചതെന്നല്ലേ പറയാം, ഓപ്പോസിറ്റ്സ് അട്രാക്ട് ചെയ്യിച്ചതെന്നല്ലേ പറയാം, അതാണ് സംഭവം എന്താ പറയുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞാൻ വിട്ടുകൊടുക്കും, ചില കാര്യങ്ങളിൽ വിഘ്നേശ്വരൻ വിട്ടുതരും. അങ്ങനെ ഞങ്ങളുടെ ജേണി ഇപ്പം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ 2026 ഒക്ടോബറിൽ 4 വർഷമാവും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ പോകുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളില്ലാതെ തട്ടിയും മുട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മാരേജ് സ്റ്റോറി എന്ന് പറയുന്നത്. ആകെയുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുത്തശ്ശന് കല്യാണം കാണാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആളവിടെ ഇരുന്നിട്ട് എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മോനെ കാണുമ്പോൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ആളുടെ ഒരു റെസംബ്ലൻസ് തോന്നുന്നതും, അല്ലെങ്കിൽ എന്താ പറയുക അത് അങ്ങനെ ഒരു ഗിഫ്റ്റ് ആണെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പെൺകുട്ടി വേണം എന്ന് ആഗ്രഹിച്ചിട്ടും എനിക്കതൊരു ആൺകുട്ടി ആയതും പിന്നീടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്.
ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുവന്നില്ല. അത്രയേ ഉള്ളൂ. താങ്ക് യു.